കേരളത്തിൽ ബി.ജെ.പി ശക്തമായ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ്. ഒരുപക്ഷെ മറ്റ് മുന്നണികളെക്കാൾ മത്സര വീര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നതും ബി.ജെ.പി തന്നെയായിരിക്കും. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കരട് രേഖ ബി.ജെ.പി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴയിലെ ഏതാനും ചില മണ്ഡലങ്ങൾ എന്നിവയാണ് ബി.ജെ.പി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ബി.ജെ.പിയുടെ പ്രധാന ശക്തി കേന്ദ്രമായി വിലയിരുത്തുന്നത് തിരുവനന്തപുരം ജില്ലയുമാണ്. അതേ തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഇപ്പോൾ കൊഴുക്കുന്നുണ്ട്. എന്നാൽ അതേ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല നിയമസഭാ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ ശക്തിയായ സ്ഥാനാർത്ഥിയാണ് കളത്തിലിറങ്ങുന്നത്. ബി.ജെ.പിക്ക് എക്കാലത്തും വോട്ടുകൾ വാരിക്കോരി നൽകുന്ന ഏറെ ജനപ്രീതിയുള്ള ശോഭാ സുരേന്ദ്രനായിരിക്കും ഒരുപക്ഷെ വർക്കലയിൽ സ്ഥാനാർത്ഥിയായി എത്തുക എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ലഭ്യമാകുന്നത്. കേരളത്തിലെ ബി.ജെ.പിക്കിടയിൽ ഏറ്റവും അധികം ശത്രുക്കളുള്ള ഒരു വ്യക്തിയും അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് പലപ്പോഴായി പലതരത്തിലുള്ള അവഗണനകളും പാർട്ടിക്കകത്ത് നിന്ന് നേരിടേണ്ടി വരുന്നതും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഒരേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാൻ സാധിക്കാതെ വരുന്നതുമെല്ലാം ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇനി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ 2004 വടക്കാഞ്ചേരി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതായി കാണാൻ സാധിക്കും. അതിനുശേഷം 2006 പൊന്നാനി നിയമസഭാ മണ്ഡലം, 2009 എറണാകുളം നിയമസഭാ മണ്ഡലം, 2011 പുതുക്കാട് ലോക്സഭ, 2014 പാലക്കാട് ലോക്സഭ, 2016 പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. 2019 ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും 2024 ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലുമാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു കയറിയത്. എന്നാൽ ഇവിടങ്ങളിലെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഒരു തവണ മത്സരിച്ച മണ്ഡലങ്ങളൊന്നും തന്നെ പിന്നീട് ശോഭാ സുരേന്ദ്രന് അവസരങ്ങൾ ലഭിക്കുന്നതായി കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ അതേസമയം തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രന് യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. പകരം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രന് 2 ഇടങ്ങളിൽ സ്ഥാനവും ലഭിച്ചിരുന്നു. പത്തനംതിട്ടയിലെ കോന്നിയിലും മറ്റൊന്ന് കണ്ണൂരിലെ മഞ്ചേശ്വരത്തുമായിരുന്നു കെ സുരേന്ദ്രൻ മത്സര രംഗത്തുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രന് പലപ്പോഴും മത്സരിച്ച് വിജയിച്ച അല്ലെങ്കിൽ മത്സരിച്ചുകൊണ്ട് ബി.ജെ.പിക്ക് വലിയ തരത്തിലുള്ള വോട്ട് നേടിക്കൊടുത്ത മണ്ഡലങ്ങളിലൊന്നും തന്നെ പിന്നീട് അവസരങ്ങൾ നൽകിയിട്ടുമില്ല. ഇതെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ തന്നെ പല ആവർത്തിയായി ഒരർത്ഥത്തിലെങ്കിലും ബി.ജെ.പിക്കെതിരെ ശക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അതായത് തന്നെ സംസ്ഥാന നേതൃത്വം തഴയുന്നതാണ് തനിക്ക് വിജയിക്കാൻ കഴിയാത്തതിന്റെ കാരണമെന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ മാറിക്കൊണ്ട് പകരം രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിലേറുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ വലിയ തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങളുമെല്ലാം തന്നെ ബി.ജെ.പിയുടെ സ്ഥാനത്ത് നിന്ന് നടക്കുമ്പോൾ കെ സുരേന്ദ്രൻ ബാക്കി വെച്ച എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്ത ശേഷം കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതായി കാണാൻ സാധിക്കും. പകരം പുതിയ ഒരു ടീമിനെ തന്നെയാണ് തയ്യാറാക്കി നിർത്തിയിട്ടുള്ളതും. മാത്രമല്ല ഇത്തവണത്തെ ബി.ജെ.പിയുടെ ആഭ്യന്തര റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന് പല ആവർത്തി അവഗണന നേരിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ല എന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ശോഭാ സുരേന്ദ്രന് ഏറെ ഉറപ്പുള്ള ഒരു സീറ്റ് നൽകുക എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത്. അതിനാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നിയമസഭാ മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രന് സ്ഥാനം നൽകുന്നത്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇനി വർക്കലയിലേക്ക് കടന്നു വരുവാനും വർക്കലയിൽ വലിയ തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങളെല്ലാം തന്നെ പയറ്റാനുമുള്ള പൂർണ്ണ അധികാരവും സ്വാതന്ത്ര്യവും ബി.ജെ.പി നൽകിയിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ കെ സുരേന്ദ്രനെ എതിരെ പയറ്റുന്ന ഒരു തന്ത്രം തന്നെയാണ്. എന്നാൽ അതേസമയം ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനിൽ ഇതുവരെ ഉണ്ടായിരുന്ന പൂർണ്ണ വിശ്വാസങ്ങളും അവിടെ ബലപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും വർക്കല പോലുള്ള ഒരു മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ നിർത്താനുള്ള പ്രധാന കാരണം വർക്കല സ്വാഭാവികമായും ബി.ഡി.ജെ.എസിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു. ഇത്തവണ ബി.ഡി.ജെ.എസിന്റെ കയ്യിൽ നിന്നും ബി.ജെ.പി ആ മണ്ഡലം ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ ഈഴവ വോട്ടുകളെ വിഘടിപ്പിക്കുവാനും അതിന്റെ ഏറിയ ഒരു ശതമാനം തങ്ങളോടൊപ്പം കൂട്ടുവാനും ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് എന്ന് ബി.ജെ.പി വൃത്തങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും വർക്കല പോലുള്ള ഒരു മണ്ഡലത്തിൽ അതിന്റെ പ്രധാന വോട്ട് ബാങ്കായ ഈഴവ വോട്ടുകളെ സമാഹരിക്കുവാനും ആ വോട്ടുകളെ തങ്ങളോട് അടുപ്പിക്കുവാനും ശോഭാ സുരേന്ദ്രന് ബി.ഡി.ജെ.എസിനേക്കാൾ ശക്തമായി തന്നെ സാധിക്കുമെന്നുള്ള വിലയിരുത്തൽ യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് ഉണ്ട് എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനെ വർക്കലയിൽ നിർത്താനുള്ള പ്രധാന കാരണമായി ബി.ജെ.പി പറയുന്നത്.